സഞ്ചാരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കുപ്രസിദ്ധമായ മാടമ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്കാണ്. ഈ കാണുന്നതാണ് മാടമ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ. കേരളത്തിലെ തന്നെ അതിപുരാതനമായ മാടമ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ. അമ്പരചുംബികളായ കെട്ടിടങ്ങളും വാസ്തുകലയുടെ പ്രൗഢിയും എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ശിലായുഗത്തെ ഓർമ്മിപ്പിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളും ഇടിഞ്ഞു വീഴാറായ ഭിത്തികളും മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. NHM ക്വാളിറ്റിയും കായകൽപ്പും ഒക്കെ വരുന്നതിന് മുമ്പേ മികച്ച ആശുപത്രിക്കുള്ള ദേശീയ അവാർഡ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും നിരവധി തവണ നേടിയ എണ്ണം പറഞ്ഞ ആതുരാലയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം എടുത്തിരുന്നത് ഇവിടെയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കാത്തലാബ്, കീമോതെറാപ്പി സെന്റർ, സ്ട്രോക്ക് യൂണിറ്റ് എന്നീ നേട്ടങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിന് സ്വന്തം. ലാപ്രോസ്കോപ്പിയും എൻഡോസ്കോപ്പിയും THR-ഉം TKR-ഉം എന്തിന് സ്പൈൻ സർജറി പോലും നടന്നിരുന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലില് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. മിടുക്കരായിരുന്നു. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോൾ ഈ ഹോസ്പിറ്റലില്ലാത്ത ചീത്തപ്പേരില്ല. മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച ആരുടെയൊക്കെയോ ശാപമാണ് ഈ ഹോസ്പിറ്റൽ ഇങ്ങനെയായതെന്ന് നാട്ടുകാർ ആരോപിക്കുമ്പോഴും ഹോസ്പിറ്റൽ ജീവനക്കാർ വിശ്വസിക്കുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ ഏതോ ദുർമന്ത്രവാദി സാത്താന്റെ ബാധ കയറിയിട്ടുണ്ടെന്നാണ്. MLHP ഗംഗയിൽ ആ ബാധ കയറിയിട്ടുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഈ ഹോസ്പിറ്റലിൽ പല പ്രശ്നങ്ങളാണ്. അടികൾ പലതരമുണ്ട് ഈ ഹോസ്പിറ്റലിൽ. കാഷ്വാലിറ്റി അടി, OP അടി, തിയേറ്റർ അടി, പേഷ്യന്റിന് നോക്കിയാലടി, നോക്കിയില്ലെങ്കിൽ ഫ്യൂച്ചർ ചെയ്താലടി, ചെയ്യാതെ റെഫർ ചെയ്താലടി, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്താലടി, ഡെത്തായ പേഷ്യന്റ് പോസ്റ്റ്മോർട്ടം ചെയ്താലടി, ചെയ്യാതെ വിട്ടാലടി. ഇതൊന്നും കൂടാതെ ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ഥിരമുള്ള അടി. മാടമ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു സുപ്രഭാതം. ഹലോ, മിസ്റ്റർ സൗത്ത് ഇന്ത്യ പോനിക്കര സ്പീക്കിംഗ്. ഇത് മാടമ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ അല്ലേ? അതെല്ലോ. അതറിയാനാണോ അമ്മച്ചി രാവിലെ തന്നെ ഇതിൽ കിണികിണിന്ന് വിളിക്കുന്നത്? ഞാൻ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ DMO ആണ് സംസാരിക്കുന്നേ. എന്റെ അമ്മ DMO പ്രസന്റ് മാഡം. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ബാധ ഒഴിപ്പിച്ച് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ എത്തും. പുറപ്പെടട്ടെ. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ പുറപ്പെടട്ടെ. ഡോക്ടർ സണ്ണി ജോസഫ്, സൈക്കാട്രിസ്റ്റ് ഫ്രം അമേരിക്ക. നിങ്ങളുടെ തല്ലിപ്പൊളി ഹോസ്പിറ്റലിലെ ഒരു ബാധ കയറിയ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ആ ബാധയെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനാണ് സണ്ണിയെ അങ്ങോട്ട് അയക്കുന്നത്. മാടമ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടും സ്റ്റാഫും അടങ്ങുന്ന ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഇത് ഡോക്ടർ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഈ ഹോസ്പിറ്റൽ സൂപ്രണ്ട്. നാട്ടുകാരുടെ ജനകീയ ഡോക്ടർ. മോഡേൺ മെഡിസിൻ, ന്യൂക്ലിയർ മെഡിസിൻ, എമർജൻസി മെഡിസിൻ, ആയുർവേദ, യുനാനി, സിദ്ധ, അങ്ങനെ മനുഷ്യ ശരീരത്തെ സ്വന്തം മസ്തിഷ്കത്തിൽ ആവാഹിച്ച ഒരു ജീനിയസ് എന്നാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുന്നത്. നമുക്ക് KGMA പ്രോഗ്രാമിനുള്ള റീൽസ് എടുക്കണ്ടേ? എവിടെ നമ്മുടെ HI ഡാൻസ് മാസ്റ്റർ വിക്രം? എന്താ വിക്രം, തുടങ്ങണ്ടേ? എന്നാ പിന്നെ തുടങ്ങാം സാറേ. സുഭാഷ് കമോൺ എവരിബഡി. നിർത്തടോ. എല്ലാ പ്രോഗ്രാമിനും തനി സ്റ്റെപ്പ് തന്നെയല്ലേ ഇടാറ്? അതെ, പരമ ബോറാണ്. മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് താനിതെന്താ കാട്ടിക്കൂട്ടുന്നത്? എല്ലാ പേഷ്യൻസിനെയും താനേ സ്റ്റെച്ച് വെച്ചിട്ട് തിങ്ങനെ നോക്കുന്നത് വല്ല ചേഞ്ചും ഉണ്ടോ? എല്ലാ ഇഞ്ചക്ഷൻസും താനെ ഇങ്ങനെ കൊടുക്കാറ്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? പിന്നെ എന്റെ ഡാൻസിന് മാത്രം എന്തിനു മാറ്റം വരുത്തണോ? I couldn't accept it. I couldn't admit it. I couldn't afford it. മതിട്ട സിമ്പിൾ സ്റ്റെപ്സ് ഞാൻ കാണിക്കാം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്.
3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങോർന്നിടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ബാക്ക്ബോൺ. ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിന് എന്താണാവ്? നിർത്തുക. ഇമാതിരി ക്രിഞ്ച് ഐറ്റംസ് ഒന്നും വേണ്ട. ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത് റീൽസ് ചെയ്യാം. കമ്മോടെ പരിപാടി. ഉച്ചക്കെട്ടി പാറോതി 12 ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പം മിന്നാടി. ഉച്ചക്കെട്ടി പാറോതി 12 ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പം മിന്നാടി. ഞാൻ ഡോക്ടർ സണ്ണി, സൈക്കാട്രിസ്റ്റ് ഫ്രം USA. ഇനി കുറച്ചുകാലം ഇവിടെയൊക്കെ കാണും. വെൽക്കം ഡോക്ടർ സണ്ണി. മാടമ്പള്ളിയിലേക്ക് സ്വാഗതം. ഞാൻ സൂപ്രണ്ട് ഡോക്ടർ അലക്സാണ്ടർ. ഇത് നമ്മുടെ CMO ഡോക്ടർ അപ്പുക്കുട്ടൻ. ഇത് സിസ്റ്റർ സൂസി. അത് HI ആൻഡ് അവർ ഡാൻസ് മാസ്റ്റർ വിക്രം. പിന്നെ MLHP ഗംഗ. ആ നിൽക്കുന്നത് JP അച്ഛൻ. അയ്യോ, എല്ലാവരും നല്ല അടിപൊളി വൈബിലാണല്ലോ. ഡോക്ടർ ജി, ദേ ഒരു കിളവൻ സാറിനെ കാണിക്കാൻ വന്നിരിക്കുന്നു. ആരടി കിളവൻ? ആരടി കിളവൻ? ഈ നോക്കിയാണോ കിളവൻ വിളിച്ച്? ദേ കിളവ, 2K കിഡ്സിനോട് കളിക്കല്ലേ. ഒരു 100cc സിറിഞ്ച് വെച്ചിട്ടേ കയറ്റ് കയറ്റിയാലുണ്ടല്ലോ. നിനക്കൊന്നും 500 ശരിക്കും അറിയില്ല. എന്താ മാഷ ഇവിടെ? നിങ്ങൾ ഈ ഡോക്ടറെ ഒന്ന് കാണിക്കൂ. ഇങ്ങോട്ട് വരാ. എന്ത് വേണം? എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. മൂത്രമൊഴിക്കാൻ ഇത് മൂത്രപ്പുരയല്ല ചേട്ടാ, ഇത് ഒപ്പിയാണ്. ടോയ്ലറ്റ് അപ്പുറത്താണ്. ഞാൻ കാണിക്കാം. വിരോധം ഉണ്ടാ? എനിക്ക് മൂത്രം പോയില്ലാന്ന് 2 ദിവസമായി മൂത്രം ഒഴിച്ചത്. എന്റെ അമ്മയെ, മാറിപ്പോയി. ഡോക്ടർ അപ്പുക്കുട്ടൻ, സീ ദിസ് കേസ്. ഈ അപ്പൂപ്പൻ എന്താ ഇങ്ങനെ അയലിൽ കോണകം മാറിയിട്ട പോലെ വളഞ്ഞു കുത്തി നിൽക്കുന്നത്? കാക്കത്തൂരി എന്നാ തോന്നണ്ട. സോറി അപ്പൂപ്പ, ഞാൻ മാത്രമല്ല അവരും ചിരിച്ചു. എന്താ മോനെ ദിനേശ നിന്റെ പ്രശ്നം? അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. എങ്ങനെ മൊത്തം പ്രശ്നമാണ്. ഈ സാധുവിന് മൂത്രം പോകുന്നില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു കത്തീഡ്രൽ ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സിസ്റ്റർ, ഒരു കത്തീഡ്രൽ ഇടൂ. മാറി കൈ വിഷയേ. എന്റെ ലക്ഷ്മി 30 കൊല്ലം മുമ്പാണ് എന്നെ വിട്ട് വിജയ. അതിനുശേഷം ഈ 500 ഒറ്റ പെണ്ണിനെ തൊട്ടിട്ടില്ല. ഒറ്റ പെണ്ണും ഈ 500 തൊട്ടിട്ടില്ല. ഒറ്റ സ്ത്രീകളെ എന്റെ കൺവെട്ടത് കണ്ടുപോരുത് കേട്ടോ. പഴയതെല്ലാം മറന്ന് കളയണം മാഷേ. മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കുന്നത്? അച്ചടിച്ച പുസ്തകത്താളുകളിൽ നിങ്ങൾ പഠിച്ച മെഡിസിൻ അല്ല അനുഭവങ്ങളുടെ മെഡിസിൻ. കോടിക്കണക്കിന് അസുഖങ്ങളുടെയും രോഗികളുടെയും മെഡിസിൻ. മനുഷ്യൻ കാണാത്ത ബാക്ടീരിയ, വൈറസ്, പിന്നെ അനേകായിരം സിൻഡ്രോമുകളുടെയും മെഡിസിൻ അല്ല. പട്ടിണിപ്പാവങ്ങളുടെയും ആരോരുമില്ലാത്തവരുടെയും മെഡിസിൻ. അവരുടെ സോൾ, ആത്മാവ്, അത് തൊട്ടറിയാനുള്ള പൾസ് ഉണ്ടാവണം, പൾസേഷൻസ് ഉണ്ടാവണം, പാൽപിറ്റേഷൻസ് ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണോ? ഇപ്പൊ ചോദിക്കാൻ പാടുന്നു അറിയില്ല. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. സണ്ണിച്ച, താങ്കൾ ഇങ്ങോട്ട് വരിക. മൂത്ര തടസ്സത്തിന് വലിയ ചന്ദ്രനാദിയുണ്ട ബെസ്റ്റാ. 2 ടീസ്പൂൺ 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 3 നേരം കുടിക്കുക. മൂത്രം ശൂന്ന് അങ്ങോട്ട് പൊക്കോളും. സന്തോഷമായോ? ഈ 500 സന്തോഷമായോ? കേറി വിടാൻ മക്കളെ. പോലെ
സാർ, സമരം ചെയ്യാൻ പോവാൻ എനിക്ക് ലീവ് വേണം. മിനിയാന്നല്ലേ സമരം ചെയ്യാൻ ഗംഗ ലീവ് എടുത്തത്? അത് ശമ്പളം കൂട്ടാനുള്ള സമരമായിരുന്നു. നാളെ യൂവിൻ ചെയ്യാതിരിക്കാനുള്ള സമരാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്തോ? അയ്യോ സാറേ, അത് JHയും JPHനും ഞങ്ങളോട് മിണ്ടാതിരുന്നതിന് സമരം ചെയ്തതാ. ആ നുള്ളി പിച്ചി മാന്തി ഇതൊക്കെ ഒരു റീസൺ ആണോ? ഗംഗ പോകണ്ട. ലീവ് ഞാൻ ഇന്നലെ പറഞ്ഞതാണല്ലോ. ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ ഞാൻ സമരം ചെയ്യാൻ പോയാല്? ഗംഗയ്ക്ക് പോകാൻ അനുവാദമില്ല. വിടമാട്ടെ, വിടമാട്ടെ. അപ്പൊ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കേയും പോക വിടമാട്ടെ. അയോഗ്യ നായെ, ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓങ്കാരം നടന്നു വിടുവേൻ. ഗംഗേ, ബൈ ദ ബൈ, സിസ്റ്റർക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. സാറിന് നന്നായി പറ്റിയെന്ന് എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചേ. ഇല്ല. തക്ക സമയത്ത് ഞാനും എന്റെ സണ്ണിയും ഇടപെട്ടുകൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. എന്റെ അമ്മേ, എടാ പെണ്ണിന് ഭ്രാന്താടാ, നല്ല മുഴുത്ത ഭ്രാന്ത്. തെറ്റ് എന്നിൽ നിന്നോ നിന്നിൽ നിന്നോ സംഭവിച്ചിരിക്കാം. എന്നാൽ ഓർക്കുക, ബന്ധം നമ്മുടേതാണ്. പരസ്പരം ക്ഷമിക്കാനും ചെറുതായൊന്ന് തലകുനിക്കേണ്ടി വന്നാൽ തലകുനിക്കാനും നമ്മൾ തയ്യാറാകണം. ശുഭദിനം. നേരത്ത് പത്തിനൊരുത്തിരി മുന്നേ നേരത്ത് ഉറങ്ങുന്ന നേരത്ത് ഉറങ്ങുന്ന നേരത്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന നേരത്ത് വന്നല്ലോ ഫീലിങ്സോ, വന്നല്ലോ ഫീലിങ്സോ, വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ, വന്നല്ലോ ഫീലിങ്സോ, വന്നല്ലോ ഫീലിങ്സോ, വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ. ഞാൻ പുഷ്പ, രക്തചന്ദന പുഷ്പരാജ്. അയ്യോ എന്റെ അമ്മേ, സാറേ ഇത് കണ്ടോ? തോട്ടൊഴിഞ്ഞ് പന്നിയുടെ തല പോലെ ഉണ്ട്. ഒരുത്തൻ അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോഴല്ല ഇങ്ങനെ ചിറ്റവർത്താനം പറയേണ്ടത്. അതെ, ഇതാരോടും പറയണ്ട, അതെനിക്കൊരു ക്ഷീണ. മിസ്റ്റർ പുഷ്പ, കറക്റ്റ് സ്ഥലത്താണ് താങ്കൾ എത്തിയത്. എന്റെ പിള്ളേര് നിങ്ങൾക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നിരിക്കും. ഡോക്ടർ അപ്പുക്കുട്ടൻ, വേറെ അറിയൂ? കേസ് ഓഫ് പോളിട്രോമ സർ. മിസ്റ്റർ പുഷ്പ, തലയൊന്ന് താഴ്ത്താമോ? താഴത്തില്ലടാ, പുഷ്പയുടെ തല താഴത്തില്ലടാ. ചേട്ടാ ഒരു മിനിറ്റ്, ഡോക്ടർ ആ മുറി ഒന്ന് നോക്കിക്കോട്ടെ. ഇല്ലടാ, പുഷ്പയുടെ തല താഴത്തില്ലടാ. പുഷ്പ എന്ന ഫ്ലവർ അല്ല, ഫയറാ, വൈൽഡ് ഫയർ. മിസ്റ്റർ പുഷ്പൻ, ഇഞ്ചറി ഒക്കെ ശരിക്ക് കണ്ടാലല്ലേ എനിക്ക് ട്രീറ്റ്മെന്റ് തരാൻ പറ്റൂ. വല്ലതും സംഭവിച്ചിട്ട് പിന്നെ പുഷ്പ അതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏയ്, പുഷ്പ നാഷണൽ അല്ലടാ, പുഷ്പ വന്ന് ഇന്റർനാഷണൽ. വിളിക്ക്, ന്യൂറോളജിസ്റ്റിനെ വിളിക്ക്, കാർഡിയോളജിസ്റ്റ്, ഓർത്തോ, സർജൻ, എല്ലാരെയും വിളിക്ക്. എവിടെ CT സ്കാൻ, MRI, പുഷ്പ ഇന്റർനാഷണൽടാ. അയ്യോ ചേട്ടാ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ ഇത് മൗലാന ഹോസ്പിറ്റലൊന്നും അല്ല. ഇത് ഏതോ ജാംബവാന്റെ കാലത്ത് ഉള്ള താലൂക്ക് ഹോസ്പിറ്റൽ മാത്രമാണ്. ഇതാണ് ഇവിടുത്തെ ഡോക്ടർ. CMO, ന്യൂറോ, കാർഡിയോ ഒക്കെ മൂപ്പരാണ്. പിന്നെ ഈ സ്കാനിങ്, ഒന്ന് കറണ്ട് പോയാൽ മര്യാദക്ക് ECG പോലും എടുക്കാൻ പറ്റില്ല. പിന്നെ എക്സ്റേ, ഒരു മിന്നായം പോലെ എന്തെങ്കിലും കണ്ടാലായി. സാറേ, ഈ പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. റെഫർ ചെയ്യാൻ വരട്ടെ. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ആരെയും റെഫർ ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. ഡോക്ടർ അലക്സാണ്ടർ, ഈ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇവരെ റെഫർ ചെയ്യുന്നല്ലേ നല്ലത്? റെഫർ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരാളോട് കൂടെ ചോദിക്കണം. ഹലോ ശ്രീവല്ലി, ഇവിടെ ഒരു കുന്തവുമില്ല.
എന്നെ റെഫർ ചെയ്യാണ്. എന്ത്? എന്റെ പുഷ്പയെ റെഫർ ചെയ്യാൻ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? ആ ഹോസ്പിറ്റലിൽ ഈ ഭൂമിയിൽ ഇനി വേണ്ട. എന്റെ ഭാര്യ ശ്രീവല്ലി പറഞ്ഞു, നോക്കി നിൽക്കാതെ അടിച്ച് പൊളിക്കടാ, ഒന്നിനെയും വെറുതെ വിടണ്ട. പുഷ്പയ്ക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഹോസ്പിറ്റൽ ഇനി ആർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. पे जो हाथ फेरे सारी दुनिया हिले. എന്റെ അമ്മേ, എന്താ പെണ്ണായി? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ച്? ഹൗ, എന്താ വിഷുവാണോ? ഏതാ സ്ഥലം? കഴിഞ്ഞ ആഴ്ച ആ കോളേജ് പിള്ളേർ വന്നുണ്ടാക്കിയ അടിയുടെ അത്ര വരില്ല അല്ലേ? സഹൃദയരെ, ഇന്നത്തെ ഈ അടി സ്പോൺസർ ചെയ്ത ഇന്റർനാഷണൽ ഫയർ പുഷ്പക്കും ഗുണ്ടകൾക്കും ഈ താലൂക്ക് ഹോസ്പിറ്റലിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും പിരിഞ്ഞു പോകും. ആരൊക്കെ വന്നിട്ടും കാര്യമില്ല. ഇവിടുത്തെ കഷ്ടകാലത്തിന് ഒരു കുറവുമില്ല. അതെ, ഇവിടുത്തെ ബാധ ഒഴിയാതെ ഇനി ഒരു വഴിയുമില്ല. എനിക്കിനി ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. നാളെ സ്റ്റേറ്റിൽ നിന്നും SRM ടീം വരും ഇവിടുത്തെ ഇൻസ്പെക്ഷൻ നടത്താൻ. അവരിവിടെ വരുന്നത് എന്റെ കൂടെ പെർഫോമൻസ് വിലയിരുത്താനാണ്. അവർക്ക് ഞാൻ ഉത്തരം നൽകിയേ മതിയാവൂ മാടമ്പള്ളിയിലെ യഥാർത്ഥ പ്രശ്നം ആരാണെന്ന്. സണ്ണി വർഷങ്ങളുടെ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരമില്ല. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സോറി, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഡോക്ടർ അലക്സ്, താങ്കൾ മഹാനാണ്. പക്ഷേ എനിക്ക് നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു എന്ന് വരും, ഒരു ഭ്രാന്തനെ പോലെ. എന്റെ ഈ ഹോസ്പിറ്റലിന് വേണ്ടി, എന്റെ ഈ സ്റ്റാഫുകൾക്ക് വേണ്ടി. I am going to break all conventional concepts of modern medicine. Brachial plexus കാലിലാണെന്ന് വരെ പറയേണ്ടി വരും. Please don't misunderstand me. കൊള്ളാം സണ്ണി, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. തോൽവിയുടെ തൊട്ടു മുമ്പ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. ഹൗ. മാധവ മഹാദേവ, സർവം ഇലുമിനാണ്ടിമയം. എന്റെ മനയിലേക്ക് SRM ടീമിന് സ്വാഗതം. ഐ ആം ഡോക്ടർ മേപ്പാടൻ നമ്പൂതിരി. ദിസ് ഈസ് ലാൽകൃഷ്ണ വിരാടിയാർ. സത്യം, സംഭവങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. കേസ് ഷീറ്റിലും രജിസ്റ്ററിലും എന്തും ഏതും എഴുതി വെക്കാം. എന്റെ മുന്നിൽ എല്ലാവരും നിരപരാധികളാണ്. വിധി പറയുന്ന ദിവസം വരെ. എവിടെ ജപ്പിയച്ചൻ? വിളിക്കുക. സാർ, കുറെ നേരമായി ഞാനിവിടെ ഇരിക്കുന്നു. ഇനി ആരെയും അമ്പാടിയും വേണമായിരിക്കും. എവിടെ ടൂർ ഡയറി? സാർ, ടൂർ ഡയറി എഴുതിയിട്ടില്ല. എനിക്ക് ഇപ്പൊ അറിയണം ടൂർ ഡയറി എന്താ എഴുതാഞ്ഞത്. എന്നെ കൊണ്ട് ഒരു സമയത്ത് ഒരു ജോലിയെ ചെയ്യാൻ പറ്റൂ. ടൂർ ഡയറി എഴുതാൻ ഇരുന്നപ്പോഴല്ലേ ഇമ്മ്യൂണൈസേഷന് പോവാൻ പറഞ്ഞത്. എന്നിട്ട് ഇമ്മ്യൂണൈസേഷന് പോയിട്ടില്ലല്ലോ. ഇമ്മ്യൂണൈസേഷന് പോകാൻ നിന്നപ്പോഴാണ് ഡെത്ത് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഡെത്ത് ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ? യുവിൻ മൊത്തം എൻട്രി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ക്യാൻസർ സ്ക്രീനിൽ നിന്ന് പറഞ്ഞു വന്നത്. അത് തീരുന്നതിന് മുമ്പ് RCH എൻട്രി. ഒന്ന് ശ്വാസം വിടാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴാ എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനത്തെ വാദങ്ങളൊക്കെ? എവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ മിസ്റ്റർ എച്ച്? താങ്കൾക്ക് ഇവരെ സഹായിച്ചുകൂടെ? UN ചെയ്യാനും ഡെത്ത് ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യാനും താങ്കൾ കൂടി സഹായിച്ചാൽ ഇവരുടെ ജോലി പെട്ടെന്ന് തീരില്ലേ? പബ്ലിക് ഹെൽത്ത് ഈസ് എ ടീം വർക്ക്. SRM വളർന്നു നോക്കൂല. ഈ കൈ കൊണ്ട് നന്നായി സഹായിച്ചാലുണ്ടല്ല, അങ്ങനെ വല്ലവന്റെയും പണിയെടുക്കാൻ ഈ HI കിട്ടില്ല. പിന്നെ താനൊക്കെ എന്ത് ജോലി അവിടെ ചെയ്യുന്നത്? കൊതുക് എന്ന് പറഞ്ഞ് പുകയിട്ട് നടക്കുന്നതോ? ആ ഹെൽത്ത് ഇൻസ്പെക്ടർ അത്രയൊക്കെ ചെയ്യുള്ളൂ. താനെക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചുവിടുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, താൻ്റെ ഈ ജോലി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇതോ എന്റെ രാജിക്കത്ത്. ഓ മൈ ഗുഡ്നസ്, വെളിവും ബോധവുമുള്ള ഒരു ഒറ്റ മനുഷ്യരില്ലേ ഈ സ്ഥാപനത്തിൽ? എനിക്ക് കാഷ്വാലിറ്റിയിലെ ക്രാഷ് കാട്ടൊന്ന് കാണണം. എവിടെ? മാറി നിൽക്ക് ചേട്ടാ. ആരാണോ ഇയാള്? കളിക്കല്ലേ, ഞാൻ പഴയ ജിംനാസ്റ്റിയാ. ഇഞ്ചക്ഷൻ അഡ്രിനാലിനവിടെ? മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി വെച്ച് കൊടുക്ക്, അപ്പൊ കാണും എന്റെ അഡ്രിനാലിൻ. അതൊക്കെ പോട്ടെ, ലാരിഞ്ചോസ്കോപ്പ് അവിടെ? ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യടോ?
ടോർച്ചിനും ലാരഞ്ചോസ്കോപ്പിനും ഒക്കെ ഒരേ ബാറ്ററി ആണോ? ഇത് ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ആരാണോ ഇയാള്? ഞാൻ ഇവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റന്റ് മിസ്റ്റർ പൂഞ്ഞിക്കര. ഇവിടെയൊക്കെ ഇൻസ്പെക്ഷന് വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. മെഡിക്കൽ ഓഫീസർ, പ്ലീസ് കം. വേർ ആർ ദ രജിസ്റ്റേഴ്സ്? പ്ലീസ് ഷോ മീ ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ് രജിസ്റ്റർ. ഇതാ സാർ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് റേറ്റ് വളരെ ഹൈ ആണല്ലോ. സെവറൽ ഔട്ട്ബ്രേക്സ് ആർ ദർ. ഹെപ്പറ്റൈറ്റിസ് എ, മംസ്, ഡിഫ്തീരിയ, കോളറ, മീസിൽസ് എല്ലാവരും ഉണ്ടല്ലോ. വെരി വെരി ഹൈ നമ്പർ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സർ പ്ലീസ് സീ. ഓഹോ, എവിടെ നിങ്ങളുടെ OP-യിലെ HMIS എൻട്രി? സർ ലുക്ക് അറ്റ് ദിസ്. വൈറൽ ഫീവർ നിൽ, വൈറൽ ഫീവർ നിൽ, ILI നിൽ, ILI നിൽ. ആരാണ് നിങ്ങളുടെ HMIS എൻട്രി നടത്തുന്നത്? സൂപ്രണ്ടാണ് സാർ. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? വർഷങ്ങളായി വൈറൽ ഫീവർ കേസസ് നിൽ. അതായത് ഇവിടെ ഒരു വൈറൽ പനി പോലും ഇല്ലാന്ന്. ഹൗ കം? അത് പിന്നെ സൂപ്രണ്ട് സാറിന് ഈ വൈറസ് ബാക്ടീരിയ ഒന്നും തീരെ വിശ്വാസമില്ല. എല്ലാം അണുക്കൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അണുസിദ്ധാന്തത്തെക്കുറിച്ച് നിരവധി പഠനം സാർ നടത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, മോഡേൺ മെഡിസിനെ പാടെ തള്ളിക്കളഞ്ഞല്ലോ അയാൾ. സാറിന് പാൻഡമിക്കിനെയും എപ്പിഡമിക്കിനെയും ഒന്നും ഒരു പേടിയുമില്ലായിരുന്നു. കോവിഡ്, നിപ്പ ഒന്നിനെയും. സാർ ഇതുവരെ മാസ്ക് ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. സാർ ഒരു വാക്സിൻ പോലും എടുത്തിട്ടില്ല. എടാ സണ്ണി. അതെ സാർ. സൂപ്രണ്ട് എന്ന വ്യാജേന ഈ ഹോസ്പിറ്റലിൽ അദ്ദേഹം തന്റെ വ്യാജ ചികിത്സ നടത്തി വരികയായിരുന്നു. നിന്റെ നിഗമനങ്ങളൊക്കെ ശരിയായിരുന്നു. യെസ്. ഇനി എനിക്ക് ഒന്നേ അറിയാനുള്ളൂ. ആരുടെ ബാധയാണ് അയാളിൽ കയറിയിരിക്കുന്നത്? യെസ് യെസ്, ഐ ക്യാൻ ഹെൽപ്പ്. ഈ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ദുർമരണം നടന്നിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഇവിടെ പുതിയതാണ് സാർ. ബട്ട് MLHP ഗംഗയ്ക്ക് അറിയുമായിരിക്കും. അവരുടെ അച്ഛനാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ അസിസ്റ്റ് ചെയ്തിരുന്നത്. ഗംഗ, ഈ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ദുർമരണം നടന്നിട്ടുണ്ടോ? എനി ആക്സിഡന്റ്, സൂയിസൈഡ് ഓർ സംതിങ്? ഇല്ല, ഇല്ലല്ലോ. ശരിക്കും ഓർത്ത് നോക്കിയേ. ഏയ്, അങ്ങനെയൊന്നും ഓർമ്മയിലില്ല. ആ പിന്നെ 3-4 വർഷം മുമ്പ് ഒരു ബ്രോഡ് ഡേറ്റ് ഉണ്ടായിരുന്നു. അച്ഛനായിരുന്നു അന്ന് പോസ്റ്റ്മോർട്ടം അസിസ്റ്റ് ചെയ്തത്. മരണത്തിന്റെ ഒരു കാരണം എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. വളരെ സസ്പീഷ്യസ് ആയ ഒരു മരണം. അദ്ദേഹത്തിന്റെ പേരോ മറ്റോ ഓർമ്മയുണ്ടോ? ഇല്ല, ഇല്ല. എന്തെങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ പ്ലീസ്. അത് ഏതോ ഗുരുക്കളോ മറ്റോ ആണ്. ഗുരുക്കളോ അതോ വൈദ്യരോ? ആ അതെ, എന്തോ ഒരു വൈദ്യർ. യെസ്, കുമാരൻ വൈദ്യർ. കുപ്രസിദ്ധ വ്യാജ ഡോക്ടർ കുമാരൻ വൈദ്യർ. കറകളഞ്ഞ വാക്സിൻ വിരുദ്ധൻ. നിപ്പയും കൊറോണയും ഒന്നുമല്ല എന്ന് പാടി നടന്നവൻ. വ്യാജ വൈദ്യന്മാരിലെ കാറ്റാസ്ട്രോഫിക് ഡോൺ. ഹി വാസ് സ്മോക്കിംഗ് ദ എൻറ്റയർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. വെറും ഒരു 10ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല അവന്. വേർ ഈസ് ഹി? അവന് വെറുതെ വിട്ടുകൂടാ. ആദിത്യനില്ലാതെ കൂരിരുൾ പാഴ്ത്തുടി പാടുന്ന പാടന്റെ കണ്ണീര്. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഒടുവിൽ നിങ്ങൾ എന്നെ തേടിയെത്തി. അതെ, കൊടുമൺ പോറ്റി, കൊടുമൺ കുമാരൻ പോറ്റി വൈദ്യർ.
ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഗംഗയ്ക്ക് അസുഖമൊന്നുമില്ലാന്ന്. പാവ ഈ ഗംഗയുടെ തലയിൽ ബാധ കെട്ടിവെച്ച് താങ്കൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു, ആഹ്ലാദിക്കുകയായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ വന്ന മുതൽ എനിക്ക് നിങ്ങളുടെ പ്രവൃത്തിയിൽ സംശയമുണ്ടായിരുന്നു. ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ ആദ്യം കണ്ട പേഷ്യന്റ് മിസ്റ്റർ അഞ്ഞൂറാനായിരുന്നു. സിവിയർ യൂറിട്രിക് കോളിക് ആൻഡ് ഡിസ്യൂറിയായി വന്ന ആളെ ഒരു ഇൻവെസ്റ്റിഗേഷനും ചെയ്യിക്കാതെ താങ്കൾ ഒരു ചൂർണമോ രസായനമോ കൊടുത്തുവിട്ടു. പിന്നെ ഹെഡ് ഇഞ്ചറി ആൻഡ് പോളിട്രോമായി വന്ന ഒരു കള്ളക്കടത്തുകാരൻ പുഷ്പയെ CTO MRI എടുപ്പിക്കാതെ, എന്തിന് എക്സ്റേ പോലും എടുത്തു നോക്കാതെ ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞത്. എന്തുകൊണ്ടും ഒരു ടെർഷറി സെന്ററിൽ വെച്ച് ട്രീറ്റ് ചെയ്യേണ്ട ആ കേസ് താങ്കൾ ഉളുക്കിന്റെയോ ചതവിന്റെയോ ലാഘവത്തോടെയാണ് കണ്ടത്. മോഡേൺ മെഡിസിൻ പഠിക്കാത്ത ഒരാളാണ് താങ്കൾ എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളിൽ ഒരു മാനസിക രോഗി ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചത് MLHP ഗംഗ ലീവ് ചോദിച്ചു വന്നപ്പോഴാണ്. ഗംഗ പൊട്ടിത്തെറിച്ചപ്പോൾ സൂപ്രണ്ടായ നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു സൈക്കിക് വൈബ്രേഷൻസ് എനിക്ക് ഫീൽ ചെയ്തു. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. പഴമക്കാർ ഇതിനെ ബാധ കയറിയതാണെന്ന് പറയും. സൈക്യാട്രിയിൽ ഇതിനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. ഈ അലോപ്പതി ഡോക്ടറുടെ വേഷത്തിനുള്ളിൽ ഏതോ ഒരു വ്യാജൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളുടെ യഥാർത്ഥ രൂപം അറിയാൻ വേണ്ടി ഒരു രാത്രി ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തി. അവിടെ ഞാൻ കണ്ടത് സൂപ്രണ്ട് വേഷമൊക്കെ മാറ്റി ഒരു വ്യാജ വൈദ്യന്റെ വേഷപ്പകർച്ചയിൽ പച്ചമരുന്നും ചൂർണവും കഷായവും ഒക്കെ തയ്യാറാക്കുന്ന ഒരു പാരമ്പര്യ വൈദ്യനെയാണ്. ഇനി എനിക്ക് വേണ്ടിയിരുന്നത് നിങ്ങൾക്കെതിരെയുള്ള രേഖകളായിരുന്നു, ഫയലുകൾ. അതിന് ഞാൻ എൻ്റെ ഗുരു മേപ്പാടൻ നമ്പൂതിരിയുടെയും LK എന്നറിയപ്പെടുന്ന ലാൽ കൃഷ്ണ വിരാടിയരുടെയും സഹായം തേടി. അവർ SRM എന്ന പേരിൽ ഇവിടെ വന്ന് ഫയലുകൾ തപ്പിയെടുത്തു, തെളിവുകൾ കണ്ടെത്തി. ഒടുവിൽ ഇതാ ഇവിടെ വരെ. നിങ്ങളെ തളച്ചു കഴിഞ്ഞു കൊടുമൺ പോറ്റി. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഇത് ബ്രഹ്മയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഇവിടെ പോറ്റിക്ക് മരണമില്ല, ദേഹമേ പോകുന്നുള്ളൂ. ദേഹി ഇവിടെയൊക്കെ തന്നെ കാണും. വ്യാജന്മാർക്ക് അവസാനമില്ല. ബുദ്ധിയും വെളിവുമില്ലാത്ത ഇതുപോലത്തെ വ്യാജന്മാർക്ക് പിന്നാലെ പോവാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം അവർക്ക് മരണമില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കി നമുക്കിടയിൽ കുമാരൻ വൈദ്യന്മാർ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. വെള്ളാൻ സണ്ണി, മാടമ്പള്ളിയിലെ ആ ബാധ ഒഴിഞ്ഞു. ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ഒരു ഹോസ്പിറ്റലാവട്ടെ. എൻ്റെ ഇവിടുത്തെ ദൗത്യം പൂർണ്ണമായി. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഇവിടെ ഒരു ഇഷ്ടമുണ്ട്. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഞാൻ അവരെ എൻ്റെ കൂടെ കൂട്ടിക്കോട്ടെ. ഗംഗേ, പോരുന്നു എൻ്റെ കൂടെ? എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. ഗംഗയെ എനിക്ക് വേണം, ഗംഗയെ എനിക്ക് തരണം, ഗംഗയെ ഞാനിങ്ങ് എടുക്കുവാ. മണിമുറ്റത്താവണി പന്തൽ മേലാപ്പു പോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണിമുറ്റത്താവണി പന്തൽ മേലാപ്പു പോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണവാട്ടി പെൺമകന്ന് ആ ഭൂമി പൂത്തിറങ്ങ്. ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ, ഇന്നല്ലേ നിന്റെ കല്യാണം. ഹലോ, മിസ്റ്റർ സൗത്ത് ഇന്ത്യ പോനിക്കര സ്പീക്കിംഗ്. ഇത് മാടമ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ അല്ലേ?
ഞാൻ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ DMO ആണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ബാധ ഒഴിപ്പിച്ച് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ എത്തും. പുറപ്പെടട്ടെ. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ പുറപ്പെടട്ടെ. ഡോക്ടർ സണ്ണി ജോസഫ്, സൈക്കാട്രിസ്റ്റ് ഫ്രം അമേരിക്ക. അയ്യോ എന്റെ അമ്മേ, അപ്പൊ എവിടെ ഉണ്ടായിരുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സണ്ണിയോ? എന്റെ അമ്മേ, വീണ്ടും ബാധ കയറിനാ തോന്നണേ. തിങ്കൾക്കുള്ളിൽ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന.